നാദിര വന്നില്ലേ? ഇല്ല, വരാറാവുന്നേ ഉള്ളൂ. ദിയ അപ്പൊ തന്നെ പോയല്ലേ? പാവം, ആ കുട്ടിയാകെ പേടിച്ചു വിറച്ചുപോയി. ഞാനൊരുവിധം അകത്തിട്ട് പൂട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ചോരക്കളിയായനെ. കൊല്ലാൻ നടക്കുകയായിരുന്നില്ലേ ഗീത? അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് തന്നെ നല്ലത്. അതെ, നാദരെ അത് തന്നെയാ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഈ ചൂടോടെ നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല. അത് നേരാ. ഇനിയും ഗീതയോട് മല്ലടിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഞാനിന്ന് തളർന്നു പോയി. ഹമീദൊക്കെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇക്ക നാളെ കാലത്ത് പുറപ്പെടും. എന്നെ വിളിച്ചിരുന്നു. വിവരം പറഞ്ഞപ്പോ നാദിര തയ്യാറാണെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. ലോകത്തൊരു പെണ്ണും ചെയ്യാത്തതാ അവള് ചെയ്യുന്നേ. അവസാനം ജയദേവനെയും കൂടി ഗീതയ്ക്ക് നൽകി നാദിര തിരിച്ചു പോന്ന നമ്മൾ തന്നെ കാണണ്ടേ? അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. പഠിച്ചവൻ എന്താ വിചാരിക്കുന്നെന്ന് നമ്മൾ അറിയില്ലല്ലോ. ആദ്യം ഗീതയുടെ സുഖേട് മാറുമെന്ന് നോക്കാം. അല്ല, അവളെവിടെ? അപ്പുറത്തുണ്ട്. ഗീതേ, എന്ത് വൃത്തികേടാ നീ കാണിക്കുന്ന? വൃത്തികേടോ? ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ബലിയിടുക. നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്ന് വെച്ച് എനിക്ക് എന്റെ മോളുടെ ആത്മാവിന് വേണ്ടി കർമ്മം ചെയ്യണ്ടേ? ഗീതേ, പഴഞ്ചോറ് ഉരുട്ടി വെച്ചിട്ടാണോ ബലികർമ്മം? നീ വന്നേ, നമുക്ക് ഒരിടം വരെ പോവാം. വാ. എഴുതി പൊയ്ക്കോ, ഞാനെങ്ങും വരുന്നില്ല. എനിക്ക് ബലിക്കാക്കകൾ വന്ന് ചോറ് തിന്നുന്നത് കാണണം. ഗീതേ, നീ ഇവിടെ നിന്ന് ഒരു കാക്കകളും വരില്ല. വാ, നമുക്ക് അപ്പുറത്ത് ചെന്ന് നിൽക്കാം. നീ ഇവിടെ നിന്നാലേ കാക്കകൾ വരാതിരിക്കുക. വേഗം അങ്ങോട്ട് എങ്ങനെ പോ. ഏത് നേരം വലിഞ്ഞു കയറി വന്നോളും മനുഷ്യൻ ശല്യം ചെയ്യാൻ. പോകാനല്ലേ പറഞ്ഞത്? എല്ലാവരുടെ മനസ്സ് നോവിച്ച് വിട്ട അവസാനം ഒരു കർമ്മം ചെയ്യുമ്പോ ഒന്ന് മിണ്ടാതിരിക്കരുത്തി. വൈകുന്ന കണ്ടപ്പോ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് പറ്റി വഴിയിലായോന്ന് പേടിച്ചു. അത്രയ്ക്ക് ഭാഗ്യമുള്ളവളാണല്ലോ ഗീത. ഭാഗ്യമില്ലാത്തോണ്ടൊന്നുമല്ല, ഗീത അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞു തന്നത് ജെഡിയാ. എവിടെ സ്ഥലം? ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെയാ മൂർത്തീസ് ക്ലിനിക്. ജെഡി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത്ര സേഫ് ആയിട്ടൊരു പ്ലേസ് വേറെ കിട്ടാനില്ല. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണത്രേ അവിടെ. ഈശ്വര, മനോരോഗികളായിട്ടൊന്നുമല്ല, സാധാരണ മനുഷ്യരെ പോലെ കണ്ടാത്രേ അവിടുത്തെ ചികിത്സ. പക്ഷേ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാ. അപ്പോ പോയിട്ട് വെറുതെ ആവോ? നോക്കാം. കിട്ടിയില്ലേ വിളിച്ചു പറഞ്ഞാല് ജെഡി റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നീ ഇങ്ങോട്ട് വരുന്നതിലുള്ള ജയദേവന്റെ ദേഷ്യമൊക്കെ മാറിയോ? ഇതോടെ ഇങ്ങോട്ടേക്കുള്ള യാത്ര എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണമെന്ന താക്കീതോടെയാ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തത്. ഇതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട. ജെഡിയിൽ നിന്ന് എന്നേക്കുമായി പിരിയാൻ തീരുമാനിച്ചവളല്ലേ ഞാൻ. അപ്പൊ പിന്നെ ആ വാക്ക് ധിക്കരിച്ച് ഞാൻ വരും. എന്റെ വാക്ക് പാലിക്കും. ആ, ഗീത എവിടെ? ഒരുക്കിയില്ലേ ഇതുവരെ? അപ്പുറത്തുണ്ട്. വാ.
എന്റെ മോന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ പെരിക്കാക്കൾ വന്ന് ചോറെടുക്കാത്തത്. ഓഹോ, അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? വെറുതെ അല്ല വെളിച്ചോറ് നിന്നെ കാക്കകളൊന്നും വരാതിരുന്നത്. നിന്നെ പേടിച്ചിട്ടാ. എന്റെ മോളുടെ ആത്മാവിന് പോലും നിന്നെ പേടിയാ. പോയിക്കോ അവിടുന്ന്. പോ. എന്റെ ഈശ്വര, ദൈവത്തെ കണ്ടാലും കാലിൽ നിന്ന് തോന്നുന്നു മനസ്സായി പോയല്ലോ നിന്റെ. ആരാ ദൈവം? ഇവളോ? എന്റെ മോളെ കൊന്നോള്. നിങ്ങൾക്കൊക്കെ ദൈവമായില്ലേ? പറയെടുത്തി. ആരാ? ഇവളാണോ? ഇവളാണ് ഇതിന്റെ കാരണം. ഇവളാ. ഇവളാണ് കാരണം. വിടട്ടെ. ഒന്ന് മിണ്ടാതിരിക്കുക. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാം. നാദരയുടെ കാറിൽ. എന്റെ പട്ടി വരും. ഇവളുടെ കാറിൽ നിങ്ങൾ പോയിക്കോ. ദൈവമല്ലേ? അതെ, അങ്ങനെയല്ല നിനക്ക് ഇപ്പൊ അത് നിനക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ. വേണ്ട ഏട്ടത്തി, ഗീത എന്നെ ശത്രുവെ തന്നെ കണ്ടോട്ടെ, എനിക്കൊരു പരാതിയില്ല. പക്ഷെ ഗീത, ജയദേവൻ പറഞ്ഞിട്ട് ജയദേവന്റെ കാറുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അതിൽ കയറി ഗീതയ്ക്ക് ഹോസ്പിറ്റലിൽ വരാലോ. വേണ്ട, നിന്റെ കൂടെ ഞാൻ ഇങ്ങ് വരില്ല. പോകാൻ. ഗീതേ, ദേവന്റെ കാർ എന്ന് പറഞ്ഞാൽ നിന്റെയും കൂടെ അല്ലേ? അപ്പൊ പിന്നെ നിനക്കത് കയറിയാലെന്താ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? കൊണ്ടുപോയി കൊല്ലാനാ. അല്ല ഗീത, ഒന്ന് നീ മാറിക്ക്. വന്നേ പറ്റൂ. നീ എത്ര ഒഴിഞ്ഞു മാറിയാലും നാദരയുടെ കാര്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ നോക്കണ്ട, പകരം നിന്നെ നീ കാണിക്കില്ല. സാരില്ല സാരില്ല ഏട്ടത്തി, കുഴപ്പമില്ല. നിങ്ങൾ ഗീത കാറിൽ കയറ്റാൻ നോക്ക. ചെല്ല് ചെല്ല്. തരാനല്ലേ പറഞ്ഞേ? പറയാനല്ലേ പറഞ്ഞത്? തരാനല്ലേ പറഞ്ഞേ? എന്നിട്ട് മോക്ക് വല്ലതും പറ്റിയോ? ഏയ്, ഒന്നും പറ്റിയില്ല ആൻറ്റി. മണിയാൻറ്റി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എത്ര വട്ടം ഞാൻ മനുവേട്ടനോട് പറഞ്ഞാണെന്നറിയോ എൻ്റെ കൂടെ നിന്ന് വരാൻ? അവൻ എന്തെങ്കിലും ജോലി തിരക്ക് കാണും മോളെ. ഒന്നുമല്ല, മനുവേട്ടന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളാ. എന്തായാലും ഇങ്ങനൊരു അവസ്ഥയിൽ ജയുടെ അമ്മയെ ചെന്ന് നോക്കാതിരിക്കുന്നത് മനുവേട്ടൻ ചെയ്യുന്ന വലിയൊരു തെറ്റാ. അത്രയ്ക്ക് ദയനീയ ആൻറ്റി അവരുടെ അവസ്ഥ. ഞാൻ അവനോട് പറയാം മോളെ. ചില സമയത്ത് അല്ലെങ്കിൽ അവൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി കാണിക്കും. ദേ അവൻ വന്നു. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ വെല്ലുവിളിച്ച് പോയിട്ട് ഗീതാന്റെ കണ്ടോ നീ? പിന്നെ കാണാതെ. നിന്നെ പോലെ ഇവൾക്ക് മനസാക്ഷിയില്ലെന്ന് കരുതിയോ? അമ്മ ഇതെന്തറിഞ്ഞിട്ടായി പറയുന്നേ? എല്ലാം അറിഞ്ഞു. ആരെയും തിരിച്ചറിയാത്ത വിധം മനസ്സ് കൈവിട്ട നിലയിലാ ജയുടെ അമ്മ. മകള് മരിക്കാൻ കാരണം കൂട്ടുകാരിയായ ദീയാണെന്നും പറഞ്ഞ് ഇവളെ കൊല്ലാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഗീതയുടെ അവസ്ഥ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യമാണോ ദിയ? അല്ലാതെ പിന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിരിക്കുക. എവിടെ? ഏത് ഹോസ്പിറ്റലിൽ? അതറിയില്ല. നാദരാൻറ്റി ചെന്നിട്ടേ തീരുമാനിക്കും. അവരാ കൊണ്ടുപോകുന്നേ. ഓഹോ, അപ്പോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും അവര് തന്നെയാ അല്ലേ? പിന്നെ വേറെ ആരാ അവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാനുള്ളത്? ആര് ചെയ്തില്ലെങ്കിലും നാദരെ കൊണ്ട് ചെയ്യിക്കരുത്. അവര് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്താ ജയയുടെ അമ്മ ഒരിക്കലും മെന്റൽ ഹോസ്പിറ്റൽ വിട്ട് പുറത്തു വരില്ല. മനുവേട്ടൻ ഇപ്പൊ കഥ അറിയാതെ ആട്ടം കാണുക. നാദരാൻറ്റിയുടെ നന്മയെക്കുറിച്ച് മനുവേട്ടൻ ഒന്നും അറിയില്ല. ഞാൻ അറിയുന്നതോ അറിയാതിരിക്കുന്നതോ അല്ല ഇവിടുത്തെ കാര്യം. നാദർ എത്ര നല്ലവളായിരുന്നാലും അത് ജയയുടെ തിരിച്ചുവരവിന് കാരണമാവില്ല. അതിന് അവരുമായുള്ള കണക്ഷൻ JD സാർ അടക്കം എല്ലാവരും ഉപേക്ഷിക്കുക തന്നെ വേണം. ഇതൊക്കെ മനുവേട്ടനാണോ തീരുമാനിക്കുന്നേ?
എന്നാ കേട്ടോ, ജയ തിരിച്ചു വരുമ്പോ അവൾക്കും ഗീതാന്റിക്കും വേണ്ടി ജെഡി സാറിനെ വിട്ടുകൊടുത്ത് തിരിച്ചു പോവാനാ നാദിരാന്റിയുടെ തീരുമാനം. വൈരാഗ്യ ബുദ്ധിയോട് നോക്കുന്ന മനുവേട്ടനും എവിടെയോ നിന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ടെന്ന് മനുവേട്ടൻ വിശ്വസിക്കുന്ന ജയയ്ക്കും ആ മനസ്സ് കാണാനാവില്ല. ആ മതി, ആരെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാ വെറുതെ വഴക്കിടുന്നത്? ഗീതാന്റിയെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്ന് കാണാം. അവൻ വരാമെന്ന് സമ്മതിച്ചിരിക്കല്ലേ മോളെ, ഇനി അതങ്ങ് മനസ്സിൽ നിന്ന് വിട്ടേക്ക്. അവരേത് ഹോസ്പിറ്റലാണ് പോയെന്ന് ഞാനിന്ന് അന്വേഷിക്കാം. താൻ കാലത്ത് റെഡി ആയിട്ട് വാ. എന്നാ ഞാൻ പോട്ടെ ആന്റി. ഏയ്, അതെന്ത് പോക്കാടോ? കാലത്ത് വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം പൊക്കമെന്നല്ല. വല്ലതുമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. അമ്മേ, വല്ലതും എടുത്തു വെക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. വാ മോളെ. മയക്കം തെളിയാൻ സമയമെടുക്കും. ട്രിപ്പ് കട്ട് ചെയ്യണ്ട, ഉണരുന്നവരെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി ഡോക്ടർ. ഗീത കണ്ണ് തുറക്കും വരെ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാം. ആ, ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രാഥമിക ഘട്ടം കഴിയുന്നത് വരെ നാദിറയെ ഗീത കാണണ്ട. ഏതൊരു മെൻ്റൽ പേഷ്യൻറ്റിനെയും ആദ്യം വയലൻ്റ് മൂഡിൽ നിന്നും തിരിച്ചു കൊണ്ടുവരികയാണ് പ്രധാനം. അതുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ, നാദിറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഗീതയുമായി സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാദിറയ്ക്ക് ഗീതയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി അറിയാമല്ലോ അല്ലേ? അറിയാം ഡോക്ടർ. എങ്കിൽ നമുക്കൊന്ന് സംസാരിക്കണം. ഒരു ട്രീറ്റ്മെൻറ്റ് നോട്ട് തയ്യാറാക്കല. ഞാൻ റൂമിലുണ്ടാവും. ശരി ഡോക്ടർ. ഡോക്ടറോട് ഞാൻ സംസാരിച്ച മതിയോ മണിയെടുത്തി? വേറെ ആര് സംസാരിക്കാനാ? നിനക്ക് പ്രയാസമില്ലെങ്കിൽ ഗീതയെക്കുറിച്ച് നീ തന്നെ പറയുന്ന നല്ലത്. ശരി, എങ്കില് ഡോക്ടറെ കണ്ടതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോകും. നെറ്റിയിലെ മുറിവ് കണ്ട ജയദേവൻ ഇനി നാദിര ഇങ്ങോട്ട് വിടലുണ്ടാവില്ല. ഏയ്, പോകരുതെന്ന് പറയാൻ ജേഡിക്ക് ഒരു കാരണം കൂടിയായി. പക്ഷേ ഞാൻ വരും. ആദ്യം ഗീതയുടെ മനസ്സ് എന്നെ ഒന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാവട്ടെ. ഏട്ടത്തി, ഇത് വെച്ചോളൂ, എന്തെങ്കിലും ആവശ്യം വരും. അല്ല, അത് ഇരിക്കട്ടെ. ഇവിടെ പണം അടയ്ക്കണ്ടേ നാദിറെ? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിരിക്കട്ടെ. എന്നാ വരട്ടെ. മനുഷ്യന്മാരിങ്ങനെ ഉണ്ടാവൂലേ? ഇങ്ങനെ ഒരു കഥ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗീതയ്ക്കുണ്ടായ ദുരന്തത്തിന് ഒരു പരിധിവരെ ആദ്യഘട്ടത്തിൽ അവരും കാരണക്കാരിയാണ്. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെയാണ് ഭാവി ദുരന്തത്തെ നാദിറ കയ്യേറ്റ് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തോന്നിയതിന് ആദ്യം നാദിറയുടെ മനസ്സിനൊരു ചികിത്സയായാലോ? ചികിത്സിക്കപ്പെടേണ്ടതാണ് എൻ്റെ തീരുമാനങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് എൻ്റെ കടമകളാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എങ്കിലും ഓക്കെ. ആ, നമുക്ക് മാറ്ററിലേക്ക് വരാം. ഗീതയുടെ കാര്യത്തിൽ ഒരു 75% ഗ്യാരണ്ടി ഈ അവസ്ഥയിൽ തരാം. കാണാതായ മകളെ ജീവനോടെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ 99% ഗ്യാരണ്ടി ഇപ്പം തന്നെ തരാം. ആ, പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അല്പം കോസ്റ്റ്ലി ആയിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, പേഷ്യൻറ്റിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ്. അല്ലാതെ മനോരോഗ ചികിത്സ ഞാനൊരു ലാഭമുള്ള ബിസിനസ്സായി കാണുന്നതുകൊണ്ടല്ല. എനിക്കത് അറിയാം ഡോക്ടർ. ഞാൻ ഡോക്ടറെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഗീതയുടെ ചികിത്സയ്ക്ക് വേണ്ടി എന്ത് ചെലവ് വന്നാലും അത് ഞാൻ വഹിച്ചോളാം. എനിക്ക് അവരെ പഴയ ഗീതയായിട്ട് ജെഡി ഏൽപ്പിക്കാൻ കഴിയണം. എന്നെക്കുറിച്ചോ എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചോ ഞാൻ ഭംഗിവാക്ക് പറയാറില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് അല്പം ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അത് ഞാൻ തുറന്നു പറയും. അത് ഒരു മനഃശാസ്ത്ര സമീപനമാണെന്ന് കൂട്ടിക്കോ. നമ്മൾ നമ്മളുടെ ആത്മവിശ്വാസം തുറന്ന് പ്രകടിപ്പിക്കുമ്പോൾ
അത് നമ്മളെ ആശ്രയിക്കുന്നവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഡോക്ടർ മൂർത്തി ഏറ്റെടുത്ത ഒരു രോഗിയും സാധാരണ ജീവിതത്തിലേക്കല്ലാതെ മുഴുഭ്രാന്തിലേക്ക് ഇതുവരെ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല. അത് എൻ്റെ മാത്രം കഴിവല്ല. ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും മനസ്സാ. ഗീതയുടെ കാര്യത്തിലും അതുണ്ടാവും. മതി ഡോക്ടർ, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. ഒരു പരിധിവരെ ഞാനും കൂടി കാരണക്കാരിയായ ഗീതയുടെ ദുരന്തത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. അതാണ് എൻ്റെ ആവശ്യം. തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഇപ്പോൾ നാദറെ കാണുമ്പോൾ വയലൻ്റ് ആവുന്ന ഗീതയ്ക്ക് മനസ്സുകൊണ്ട് നാദറെ ഉൾക്കൊള്ളാനാവുന്ന സമയമാവുമ്പോൾ ഇനി വന്നാൽ മതി. ഞാൻ അറിയിക്കാം. ശരി ഡോക്ടർ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓഫീസിലേക്ക് പോവാം. വരും. ശരി. ഗീതയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് ആരെങ്കിലും ഇവിടെ വേണ്ടേ ഡോക്ടർ? നോ, പേഷ്യൻറ്റിനെ വേണ്ടപ്പെട്ടവർക്ക് ഏത് സമയത്തും വന്ന് കാണും. പക്ഷേ സ്ഥിരമായി ആരെയും കൂടെ നിൽക്കാൻ അനുവദിക്കില്ല. പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രോഗിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും നിയന്ത്രണവും ക്ലിനിക്കിനാണ്. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഞാനോ മണിയേട്ടത്തിയോ നിന്നല്ലേ പറ്റൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളെക്കാളും രോഗികൾ ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ സ്റ്റാഫിനെയാണ്. കാരണം രോഗിയുടെ മനസ്സറിഞ്ഞാണ് ഇവിടുത്തെ ചികിത്സ. അല്ലാതെ അവരുടെ ഭ്രമിപ്പിക്കുന്ന ചിന്തകളെ ഷോക്ക് നൽകിയും സെല്ലിലടച്ചും തളർത്തിക്കൊണ്ടുള്ളതല്ല. ഓവറായി വയലൻ്റ് ആവുന്ന രോഗിക്ക് കൂടി വന്നാൽ ഒരു സെഡേഷൻ ഇഞ്ചക്ഷൻ, അതിലപ്പുറം ഒന്നുമില്ല. മനസ്സിൻ്റെ വൈകല്യത്തിന് മനസ്സുകൊണ്ടുള്ള ചികിത്സയും മനസ്സിനെ ചെറുത്ത് നിർത്തേണ്ട ശരീരത്തിന് ആയുർവേദം കൊണ്ട് സംരക്ഷിക്കുകയുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. രോഗികളെ കടുത്ത വിലക്കുകൾ കൊണ്ട് അകറ്റി നിർത്താതെ സ്നേഹവും സാന്ത്വനവും നൽകി അവരെ നമ്മളിൽ ഒരാളായി കാണുകയാണ്. ദാ നാദര, അത് കണ്ടോ? വളരെ കുഞ്ഞിലെ അച്ഛനില്ലാതെ വളർന്നൊരു കുട്ടി. 13 വയസ്സുവരെ അവൾക്കെല്ലാം അമ്മയായിരുന്നു. ചിറകിനുള്ളിൽ ഒതുക്കി എന്നൊക്കെ പറയും പോലെ ആയിരുന്നു ആ അമ്മ മകളെ വളർത്തിയത്. ഇതിനിടയ്ക്ക് അമ്മ ഒരു പുതിയ ഭർത്താവിനെ കണ്ടെത്തിയതോടെ ആ കുട്ടിയുടെ മാനസിക നില തെറ്റി. ഇവിടെ കൊണ്ടുവരുമ്പോൾ ലോകത്തോട് മുഴുവൻ പകയുള്ള അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ആ സിസ്റ്ററാണ് മിനിക്കുട്ടിയുടെ അമ്മ. ഒന്ന് നിന്നേ. ഈ കുട്ടിയെ എവിടെയോ കണ്ടു മറന്നതുപോലെ ഉണ്ടല്ലോ. ആരാ? ഞാൻ ഇത് നാദിറ, വലിയ ഗസൽ ഗായികയാണ്. ആണോ? ഒരു പാട്ട് പാടുവോ? ഒപ്പന പാട്ട് മതി, എനിക്ക് വലിയ ഇഷ്ടമാ. അയ്യോ, ഇപ്പോഴെങ്ങനെ അത് പാടുന്നത്? വേണ്ട മെഹബൂബ്. നാദിറയുടെ ഒരു ഗസൽ നൈറ്റിന്റെ CD എൻ്റെ ഉണ്ട്. ഇന്ന് രാത്രി നമുക്കത് കാണാം. എന്താ പോരെ? ആ, എന്നാ അത് മതി. ആ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എവിടെയാ കണ്ടതെന്നാ. എവിടെയും കണ്ടതല്ല. നാദിറയ്ക്ക് മെഹബൂബിൻ്റെ മുംതാസുമായി നല്ല സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തോന്നുന്നതാ. ശരിയാ, നല്ല സാമ്യമുണ്ട്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാ. പക്ഷെ എന്റെ മുംതാസ് അല്ലല്ലോ. മുംതാസേ, മുംതാസേ. അയാള് പേഷ്യൻ്റ് ആയിരുന്നു അല്ലേ? സ്വന്തം പ്രയത്നം കൊണ്ട് ഗൾഫിൽ പോയി ലക്ഷങ്ങൾ സമ്പാദിച്ച ചെറുപ്പക്കാരൻ. കുട്ടിക്കാലം മുതലേ മനസ്സിൽ കൊണ്ടു നടന്ന മുംതാസിനെ നിക്കാഹ് ചെയ്തു. 3-ാം ദിവസം ഹണിമൂൺ ട്രിപ്പിനായി സിംഗപ്പൂരിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകവേ ഒരു ആക്സിഡന്റ്. ഓ, മെഹബൂബ് ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെട്ടപ്പോൾ കാറിൽ തൊട്ടടുത്തിരുന്ന മുംതാസിനെ പടച്ചോൻ കൊണ്ടുപോയി. ഗീതയ്ക്ക് തൻ്റെ മകൾ മരിച്ചുപോയി എന്ന ബോധമാണെങ്കിൽ മെഹബൂബിന് മുംതാസ് മരിച്ചിട്ടില്ല എന്ന ചിന്തയാണ്. തൻ്റെ പെണ്ണ് മരിച്ചുപോയി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടുവരികയാണ് എൻ്റെ ജോലി. അതിനു വേണ്ടിയിട്ടാണ് നാദിരയുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു കമന്റ് ചെയ്യാൻ പറഞ്ഞത്. മനസ്സ് ആർക്കും ഏത് നിമിഷവും കൈവിട്ട് പോയേക്കാവുന്ന വല്ലാത്തൊരു പ്രതിഭാസം തന്നെയാണ് അല്ലേ ഡോക്ടർ? തീർച്ചയായും ആരുടെയും മനസ്സ് ആർക്കും സ്വന്തമല്ല. ഇവരുടെയൊക്കെ മനസ്സിന്റെ നേർക്കാഴ്ചയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഡോക്ടർ. ശരി, വരട്ടെ. എന്ത് പറ്റിയതാ ചേച്ചി? അത് ചേച്ചി ഒന്ന് വീണതാ. വേദനയുണ്ടോ ചേച്ചി? ഏയ് ഇല്ല, ഇപ്പൊ കുറവുണ്ട്. പോട്ടെ.
ഉം.